ചേലക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി BDJS നിയോജകമണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. ധർമ്മപാലം പ്രസിഡന്റായും പ്രഭാകരൻ മാഞ്ചാടി ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. BDJS ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. ചേലക്കര SNDP ഓഫീസിൽ നടന്ന മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പ്രസിഡന്റായി ധർമ്മപാലിനെയും ജനറൽ സെക്രട്ടറിയായി പ്രഭാകരൻ മാഞ്ചാടിയെയും തെരഞ്ഞെടുത്തു. V ഗോപാലനാണ് പുതിയ ട്രഷറർ. വൈസ് പ്രസിഡന്റുമാരായി സ്വാമിനാഥൻ ചേലക്കര, രവീന്ദ്രൻ എന്നിവരെയും സെക്രട്ടറിമാരായി V ഗിരീഷ്, ജയൻ വരവൂർ എന്നിവരെയും നിശ്ചയിച്ചു. മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പ്രത്യേക ഇൻചാർജുമാരെയും യോഗം ചുമതലപ്പെടുത്തി. നമസ്കാരം, എൻ്റെ പേര് ധർമ്മപാലൻ, മുള്ളൂർക്കര വീട്. ചേലക്കര BDJSന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റായിട്ട് ഏകദേശം 2 വർഷത്തോളം പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആസന്നമായ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജകമണ്ഡലത്തിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായി NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ ബാലകൃഷ്ണനെ വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ക്രിയാത്മകമായിട്ടുള്ള സംഗതികളും ചെയ്തു കൊടുക്കാൻ BDJS തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മളതിൻ്റെ പുനഃസംഘടന, മണ്ഡലം കമ്മിറ്റിയുടെ പുനഃസംഘടന ഉണ്ടായി. എല്ലാ പഞ്ചായത്തുകളിലും പ്രതിനിധികളുണ്ടായി. നമ്മുടെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലും കമ്മിറ്റികളും നമുക്ക് നിലവിലുണ്ട്. വോട്ട് വിഹിതം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വോട്ട് വിഹിതമുള്ള ഒരു രാഷ്ട്രീയ സംഘടനയായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ പൂർണ്ണ പ്രയോജനം ഇവിടുത്തെ ജനങ്ങൾക്കും കിട്ടത്തക്ക രീതിയിൽ ഒരു ചരിത്ര വിജയം ചേലക്കരയിൽ നിന്ന് ആരംഭിക്കുന്നതിന് വേണ്ടി NDAയുടെ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തികളിലും സജീവ സാന്നിധ്യം നമ്മുടെ ഉണ്ടാവും എന്നിവിടെ ഉറപ്പു നൽകുകയാണ്. നമ്മുടെ ശാഖാതലങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ 100 കുടുംബയോഗങ്ങൾ നടത്താനും വരുന്ന ഏപ്രിൽ മാസം 2-ാം തീയതി BDJSന്റെ ഗംഭീര കൺവെൻഷൻ നടത്താനും തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാം കൂട്ടത്തോടു കൂടിയുള്ള സഹകരണ കാര്യത്തിലുണ്ടാവും. ഏപ്രിൽ 2-ാം തീയതി ചേലക്കര കരുൺ ആർക്കേഡിൽ വെച്ച് നിയോജകമണ്ഡലം കൺവെൻഷൻ നടത്തുന്നതിനും മണ്ഡലത്തിൽ 100ഓളം കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിനും യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. നമസ്കാരം. ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള K ബാലകൃഷ്ണന് ശക്തമായ പിന്തുണ BDJSന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ഒരു ശക്തമായ പ്രവർത്തനത്തിലൂടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണനെ വിജയിപ്പിക്കാനും ഇന്ന് ചേർന്ന BDJS യോഗം തീരുമാനിക്കുകയും കുടുംബയോഗങ്ങളിലൂടെ ഇവിടുത്തെ ജനവിഭാഗത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ നാട് ഭരിച്ച ഭരണ സർക്കാരിൻ്റെ പരാജയങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട് NDAനെ വിജയിപ്പിക്കാനും ബാലകൃഷ്ണനെ മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനും ഈ യോഗം തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും കമ്മിറ്റി യോഗങ്ങൾ വിളിച്ചു ചേർത്ത് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി സജീവമായി രംഗത്തിറങ്ങാനും BDJS തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് CCV.